Hi, I'm Shamir. Welcome back. Learn English through stories. Listening stories is a good way to learn English. This is not a wrong way to learn English. If you want to speak English, you have to practice. Unless you practice, you cannot speak English. I'm sure that this video will help you to learn English. ഇന്നത്തെ കഥയുടെ തലക്കെട്ട് ദ ബേർഡ് പെയർ ആൻഡ് ദ സീ. ഈ കഥയിൽ നിന്നും നിങ്ങൾക്ക് തീർച്ചയായും പുതിയ വാക്കുകളോ പുതിയ പ്രയോഗങ്ങളോ പഠിക്കാനായിട്ട് സാധിച്ചേക്കും. Once, a pair of birds were looking for a safe place to build their nest. Once, ഒരിക്കൽ, a pair of birds, ഒരു ജോഡി പക്ഷികൾ, were looking, നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഫോർ എ സേഫ് പ്ലേസ്, ഒരു സുരക്ഷിതമായിട്ടുള്ള സ്ഥലം, ടു ബിൽഡ് ദെയർ നെസ്റ്റ്, ബിൽഡ് എന്നാൽ നിർമ്മിക്കുക, ദെയർ നെസ്റ്റ് അവരുടെ കൂട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം ഒരു ജോഡി പക്ഷികൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരു സുരക്ഷിതമായിട്ടുള്ള സ്ഥലം. ദ ഫീമെയിൽ ബേർഡ്, ഫീലിംഗ് ദ ഏർജൻസി, സ്പോക്ക് ടു ഹെർ മേറ്റ്. ദ ഫീമെയിൽ ബേർഡ്, പെൺപക്ഷി, ഫീലിംഗ് ദ ഏർജൻസി, ഏർജൻസി എന്നാൽ ആവശ്യകത എന്നുള്ള അർത്ഥമാണ്. ഫീലിംഗ് ദ ഏർജൻസി, ആവശ്യകത തോന്നുന്നു. സ്പോക്ക് ടു ഹെർ മേറ്റ്, അവളുടെ, സ്പോക്ക് എന്നാൽ സംസാരിച്ചു, മേറ്റ് എന്നാൽ ഇണ എന്നാണ് ഇവിടെ അർത്ഥം. സ്പോക്ക് ടു ഹെർ മേറ്റ്, അവളുടെ ഇണയോട് സംസാരിച്ചു അല്ലെങ്കിൽ പറഞ്ഞു, ഇതൊക്കെയാണ് അർത്ഥം സ്പോക്ക്. ഡിയർ ഹസ്ബൻഡ്, ഐ ആം റെഡി ടു ലേ മൈ എഗ് സൂൺ. ഡിയർ ഹസ്ബൻഡ്, പ്രിയപ്പെട്ട ഭർത്താവെ, ഐ ആം റെഡി ടു ലേ മൈ എഗ് സൂൺ. ലേ എഗ് എന്നാൽ മുട്ടയിടുക എന്നാണ് അർത്ഥം. ഓ പ്രിയപ്പെട്ട ഭർത്താവെ, ഞാൻ മുട്ടയിടാൻ തയ്യാറായിരിക്കുകയാണ്. ദ ഫീമെയിൽ ബേർഡ് ലുക്ക്ഡ് അറ്റ് ഹെർ ഹസ്ബൻഡ് വിത്ത് ട്രസ്റ്റ് ആൻഡ് ലവ്. ദ ഫീമെയിൽ ബേർഡ്, പെൺപക്ഷി, ലുക്ക്ഡ് നോക്കി, അറ്റ് ഹെർ ഹസ്ബൻഡ് അവളുടെ ഭർത്താവിന് നേർക്ക് നോക്കി, വിത്ത് ട്രസ്റ്റ് ആൻഡ് ലവ്. ട്രസ്റ്റ് എന്നാൽ വിശ്വാസം, ലവ് എന്നാൽ സ്നേഹം, സ്നേഹത്തോടെയും വിശ്വാസത്തോടെയും അവൾ അവളുടെ ഭർത്താവിനെ നോക്കി. ഷീ സെഡ് സോഫ്റ്റ്ലി. സോഫ്റ്റ്ലി എന്നാൽ കോമളമായി, ശാന്തമായി, മാർദ്ദവത്തോടെ, ഇതൊക്കെയാണ് അർത്ഥം. ഷീ സെഡ് സോഫ്റ്റ്ലി, അവൾ വളരെ ശാന്തമായിട്ട് പറഞ്ഞു. വി നീഡ് ടു ഫൈൻഡ് എ സേഫ് പ്ലേസ്, നമുക്കൊരു സുരക്ഷിതമായിട്ടുള്ള സ്ഥലം കണ്ടെത്തേണ്ടതുണ്ട്. വേർ അവർ എഗ്സ് ക്യാൻ ഹാച്ച് പീസ്ഫുള്ളി ആൻഡ് വിത്തൗട്ട് ഡേഞ്ചർ. വേർ അവിടെ, അത്തരത്തിലുള്ള സ്ഥലം, ആ സ്ഥലത്ത് വെച്ച്, അവർ എഗ്സ് ക്യാൻ ഹാച്ച്. ഹാച്ച് എന്നാൽ ഇവിടെ വിരിയുക എന്നുള്ള അർത്ഥമാണ്. മുട്ട വിരിയുക, അടവയ്ക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ആ സ്ഥലത്താണ് എന്താണ് മുട്ടകൾ എന്താണ് സുരക്ഷിതമായിട്ട് സമാധാനത്തോടെ സന്തോഷത്തോടെ അടവയ്ക്കാൻ സാധിക്കണം. ആൻഡ് വിത്തൗട്ട് ഡേഞ്ചർ, അപകടങ്ങളൊന്നുമില്ലാതെ എന്താണ് മുട്ട വിരിയാൻ സാധിക്കുന്ന, അടവയ്ക്കാൻ സാധിക്കുന്ന അത്തരത്തിലുള്ളൊരു സ്ഥലം നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. ദ കപ്പിൾ കണ്ടിന്യൂഡ് ദെയർ സെർച്ച്. ദ കപ്പിൾ, ആ ഇണകളായിട്ടുള്ള പക്ഷികൾ, കണ്ടിന്യൂഡ് തുടർന്നു, ദെയർ സെർച്ച് അവരുടെ അന്വേഷണം, അവരുടെ നോട്ടം തുടർന്നുകൊണ്ടേയിരുന്നു. ദേ വേർ ഫ്ലൈയിങ് ഹൈ ആൻഡ് ലോ ത്രൂ ട്രീസ് ആൻഡ് ഓവർ സ്ട്രീംസ്. ദേ വേർ ഫ്ലൈയിങ്, അവർ പറന്നുകൊണ്ടിരിക്കുകയായിരുന്നു, ഹൈ ഉയരത്തിലും, ആൻഡ് ലോ താഴ്ചയിലും, ഉയരത്തിലും താഴ്ചയിലും അവർ പറന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ത്രൂ ട്രീസ് ആൻഡ് ഓവർ സ്ട്രീംസ്, ത്രൂ എന്നാൽ അതിലൂടെ എന്നുള്ള അർത്ഥമാണ്. ട്രീസ് ആൻഡ് ഓവർ സ്ട്രീംസ്, വൃക്ഷങ്ങൾക്ക് മുകളിലൂടെയും, അതുപോലെ സ്ട്രീം എന്നാൽ ഇവിടെ തോട്, പുഴ, ഇതൊക്കെയാണ് അർത്ഥം. അതിന് മുകളിലൂടെയും എന്താണ് ആ പക്ഷികൾ ഉയരത്തിലും താഴ്ചയിലുമായിട്ട് പറന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ടു ഫൈൻഡ് ദ പെർഫെക്റ്റ് സ്പോട്ട് ഫോർ ദെയർ സൂൺ ടു ബി ഫാമിലി. ടു ഫൈൻഡ് കണ്ടെത്താൻ വേണ്ടി, ദ പെർഫെക്റ്റ് സ്പോട്ട് വളരെ നല്ല യോജിച്ച സ്ഥലം കണ്ടെത്താൻ വേണ്ടി, ഫോർ ദെയർ സൂൺ ടു ബി ഫാമിലി എന്താണ് ആ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട്, അതിനുള്ള ഒരു സ്ഥലം കണ്ടെത്താൻ വേണ്ടിയിട്ട്, അവർ സുരക്ഷിതമായിട്ടുള്ള നല്ല ഒരു സ്ഥലം കണ്ടെത്താൻ വേണ്ടിയിട്ട് പറന്നുകൊണ്ടിരിക്കുകയായിരുന്നു. They wanted a place that was hidden from predators and sheltered from the weather. They wanted a place, അവർക്കൊരു സ്ഥലം വേണമായിരുന്നു, that was hidden from predators. Predator എന്നാൽ മറ്റുള്ളവയെ ഇരയായി പിടിച്ചു തിന്നുന്ന മൃഗം എന്നാണ് അർത്ഥം. ഷെൽട്ടേർഡ് എന്നാൽ സുരക്ഷിതമായ, വെതർ എന്നാൽ കാലാവസ്ഥ. അവർക്ക് സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലമാണ് വേണ്ടിയിരുന്നത്. എന്തിന്? ആ ഇര പിടിച്ചു തിന്നുന്ന മൃഗങ്ങളുടെ അടുക്കൽ നിന്നും, അതുപോലെ സുരക്ഷിതമായിട്ടുള്ള
കാലാവസ്ഥയിൽ നിന്നും സുരക്ഷ നേടാനും സാധിക്കുന്ന അത്തരത്തിലുള്ള ഒരു മറയ്ക്കപ്പെട്ട ഒരു സ്ഥലമായിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത്. വേർ ദെയർ ബേബി ബേർഡ്സ് കുഡ് ഗ്രോ അപ്പ് സേഫ്ലി. വേർ എന്നാൽ അവിടെ, ആ സ്ഥലത്ത്, അവർ കണ്ടെത്താൻ ശ്രമിക്കുന്ന സ്ഥലത്ത്, ദെയർ ബേബി ബേർഡ്സ് അവരുടെ കുഞ്ഞുങ്ങൾ കുഡ് ഗ്രോ അപ്പ് സേഫ്ലി വളരെ സുരക്ഷിതമായിട്ട് വളരാൻ സാധിക്കുന്ന അത്തരത്തിലുള്ള ഒരു സ്ഥലം അവർ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത്തരത്തിലുള്ള സ്ഥലമായിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത്. ദ മെയിൽ ബേർഡ് സെഡ്. ആൺപക്ഷി പറഞ്ഞു, വാട്ട് അബൌട്ട് ദിസ് പ്ലേസ്. ഈ സ്ഥലം എങ്ങനെയുണ്ട് ഇവിടെ ആയാലോ. ദ സാൻഡ് ഹിയർ ഈസ് സോഫ്റ്റ് ആൻഡ് വെറ്റ്. ഇവിടെയുള്ള മണൽ വളരെ നീർത്തതും നനഞ്ഞതുമാണ്. വെറ്റ് എന്നാൽ നനവുള്ള. ദ ക്ലൈമറ്റ് ഈസ് ഗുഡ്. അവർ ബേബീസ് വിൽ ലിവ് ഹിയർ ഹാപ്പിലി. ദ ക്ലൈമറ്റ് ഈസ് ഗുഡ്. പരിസ്ഥിതി വളരെ നല്ലതാണ്. അവർ ബേബീസ് വിൽ ലിവ് ഹിയർ ഹാപ്പിലി. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടെ സന്തോഷത്തോടെ ജീവിക്കും. ദ ഫീമെയിൽ ബേർഡ് ലുക്ക്ഡ് അറൗണ്ട് ആൻഡ് സെഡ്. ദ ഫീമെയിൽ ബേർഡ് പെൺപക്ഷി ലുക്ക്ഡ് അറൗണ്ട് ചുറ്റുപാടും നോക്കി, ആൻഡ് സെഡ് ചുറ്റുപാടും നോക്കിക്കൊണ്ട് പറഞ്ഞു, എവരിത്തിങ് ഈസ് ഫൈൻ എല്ലാം നല്ലതാണ്. ഡിയർ ബട്ട് ദ സീ ഈസ് ടു ക്ലോസ്. പക്ഷേ ഈ കടൽ, ഇവിടെ കടൽ വളരെ അടുത്താണ് നിൽക്കുന്നത്. ക്ലോസ് എന്നാൽ അടുത്ത്. ഇഫ് എ ഹ്യൂജ് വേവ് കംസ് ദിസ് പ്ലേസ് വിൽ ബി വാഷ്ഡ് ഓഫ്. ഹ്യൂജ് എന്നാൽ ഗംഭീരമായ, വലിയ തോതിലുള്ള. വേവ് എന്നാൽ തിരമാല. ഇഫ് എ ഹ്യൂജ് വേവ് കംസ് വലിയ തോതിലുള്ള ഒരു തിരമാല വന്നാൽ, ദിസ് പ്ലേസ് വിൽ ബി വാഷ്ഡ് ഓഫ്. ഇവിടെ വാഷ്ഡ് ഓഫ് എന്നാൽ, വാഷ് ഓഫ് എന്നാൽ ഒഴുകിപ്പോകുക എന്നാണ് അർത്ഥം. മറ്റൊരർത്ഥം തുടച്ചു വൃത്തിയാക്കുക. ദിസ് പ്ലേസ് വിൽ ബി വാഷ്ഡ് ഓഫ്. ഈ സ്ഥലം ഒഴുകിപ്പോകും. അതായത് അവിടെ തിരമാല, വെള്ളം വന്ന് അവിടെ ഒലിച്ചു പോകും. ആ മുട്ടകൾ അവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോകും. അതാണ് പറയുന്നത്. ദ മെയിൽ ബേർഡ് സെഡ് ടു ഹിസ് വൈഫ്. ആൺപക്ഷി അവൻ്റെ ഭാര്യയോട് പറഞ്ഞു, ലുക്ക് അറ്റ് മൈ പവർ. എൻ്റെ ശക്തി നോക്കൂ ഡിയർ. സേയിങ് ദിസ് ഇത് പറഞ്ഞുകൊണ്ട്, ഹി ട്രോട്ടഡ് ടുവേർഡ് ദ സീ. ട്രോട്ട് എന്നാൽ ഇവിടെ അർത്ഥം കുതിക്കുക എന്നുള്ള അർത്ഥമാണ്, വേഗം നടക്കുക. ഹി ട്രോട്ടഡ് അവൻ കുതിച്ചു. ടുവേർഡ് എന്നാൽ നേർക്ക് എന്നുള്ള അർത്ഥം. ദ സീ കടലിന് നേർക്ക്. ഇത് പറഞ്ഞുകൊണ്ട്, എൻ്റെ ശക്തി നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ കടലിന് നേർക്ക് കുതിച്ചു. ആസ് ദ സീ വാസ് റിസീഡിങ് ആഫ്റ്റർ എ വേവ് ഇറ്റ് വെൻറ്റ് അവേ ഫ്രം ദ ബേർഡ്. ആസ് ദ സീ വാസ് റിസീഡിങ്. റിസീഡിങ് എന്നാൽ പിൻവാങ്ങൽ എന്നാണ് അർത്ഥം. ആസ് ദ സീ വാസ് റിസീഡിങ് എന്താണ്, കടൽ പിൻവാങ്ങുന്നത് കൊണ്ട്, ആഫ്റ്റർ എ വേവ് ഒരു തിരമാലക്ക് ശേഷം ആ കടൽ എന്താണ്, തിരമാല പോകുന്നതിനാൽ, ഇറ്റ് വെൻറ്റ് അവേ ഫ്രം ദ ബേർഡ് അത് ആ പക്ഷിയിൽ നിന്നും അകന്നു പോയി. തിരമാല ഇങ്ങോട്ട് വന്ന് അത് തിരിച്ചു പോകുകയായിരുന്നു. അതുകൊണ്ട് എന്താണ്, ആ പക്ഷിയിൽ നിന്നും ആ തിരമാല അകന്നുപോയി. ദ ഫൂളിഷ് ബേർഡ് മിസ്റ്റുക്ക് ദാറ്റ് ടു ബി എ സൈൻ ഓഫ് ഫിയർ. ദ ഫൂളിഷ് ബേർഡ് ബുദ്ധിശൂന്യനായ പക്ഷി. മിസ്റ്റേക്ക് എന്നതിൻ്റെ പാസ്റ്റാണ് മിസ്റ്റുക്ക്. മിസ്റ്റേക്ക് എന്നാൽ തെറ്റായി ധരിക്കുക. മിസ്റ്റുക്ക് തെറ്റായി ധരിച്ചു. ദ ഫൂളിഷ് ബേർഡ് മിസ്റ്റുക്ക് ആ ബുദ്ധിശൂന്യനായ പക്ഷി തെറ്റായി ധരിച്ചു. ദാറ്റ് ടു ബി എ സൈൻ ഓഫ് ഫിയർ അത് ഭയത്തിൻ്റെ ഒരു അടയാളമാണ്, അതിൻ്റെ സൂചനയാണ് എന്ന് ആ ബുദ്ധിശൂന്യനായ പക്ഷി തെറ്റിദ്ധരിച്ചു. ആ തിരമാല തിരിച്ചു പോയപ്പോൾ. ഫിയർ എന്നാൽ ഭയം, സൈൻ എന്നാൽ സൂചന, അടയാളം. ഹി സെഡ് അവൻ പറഞ്ഞു, ലുക്ക് ഡിയർ നോക്കൂ. ദ സീ ഈസ് സോ അഫ്രൈഡ് ഓഫ് മീ ദാറ്റ് ഇറ്റ് ഡയേഴ്സ് ടച്ച് മൈ ഫീറ്റ്. ദ സീ ഈസ് സോ അഫ്രൈഡ് കടൽ വളരെ ഭയമുള്ളവനാണ്, വളരെയധികം ഭയപ്പെടുന്നു എന്നെ. അഫ്രൈഡ് ഓഫ് മീ എന്നാൽ എന്നെ ഭയപ്പെടുന്നു. ദാറ്റ് ഇറ്റ് ഡയേഴ്സ് അത് ധൈര്യപ്പെടുന്നു. ടച്ച് മൈ ഫീറ്റ് എന്താണ്, കടൽ എന്നെ വളരെയധികം ഭയപ്പെടുന്നു, അത് എന്നെ സ്പർശിക്കാൻ മാത്രമേ ധൈര്യപ്പെടുന്നുള്ളൂ. ഫീറ്റ് എന്നാൽ കാൽപാദം, എൻ്റെ കാൽപാദം സ്പർശിക്കാൻ മാത്രം അത് ധൈര്യപ്പെടുന്നുള്ളൂ. ഇഫ് ദിസ് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് ദ സീ. സ്റ്റേറ്റ് എന്നാൽ ഇവിടെ അർത്ഥം അവസ്ഥ എന്നാണ് അർത്ഥം. ഇഫ് ദിസ് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് ദ സീ കടലിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ, ഹൗ വിൽ ഇറ്റ് ഹാം അവർ എഗ്സ് അത് നമ്മളെ മുട്ടകൾ എങ്ങനെ ആക്രമിക്കും, അതിനെ എങ്ങനെ ദോഷം ചെയ്യും. ഹാം എന്നാൽ ആക്രമിക്കുക. കാൽപാദം സ്പർശിക്കുന്നേ ചെയ്യുന്നുള്ളൂ കടൽ. അങ്ങനെയാണ് കടലിൻ്റെ അവസ്ഥ എങ്കിൽ എങ്ങനെയാണ് നമ്മുടെ മുട്ടകൾ
കടൽ ആക്രമിക്കുക. The female bird was understood by her husband's explanation. The female bird was understood. ആ പെൺപക്ഷി മനസ്സിലാക്കി by her husband's explanation. അവളുടെ ഭർത്താവിൻ്റെ വിവരണം കേട്ട് മനസ്സിലാക്കി. She thought. അവൾ കരുതി my husband is right. എൻ്റെ ഭർത്താവ് പറയുന്നത് ശരിയാണ്. The sea won't dare to harm our eggs. The sea won't dare. കടൽ ധൈര്യപ്പെടുകയില്ല. To harm our eggs. ഞങ്ങളുടെ മുട്ടകളെ അപായപ്പെടുത്താൻ കടൽ ധൈര്യപ്പെടുകയില്ല. It touched his feet gently. Gently എന്നാൽ വണക്കത്തോടെ എന്നാണ് അർത്ഥം. ശാന്തമായി, സൗമ്യതയോടെ. It touched. അത് സ്പർശിക്കുന്നു, കടൽ സ്പർശിക്കുന്നു. His feet gently. His feet അദ്ദേഹത്തിൻ്റെ കാൽപാദം. Gently സൗമ്യതയോടെ, എന്താണ്, മൃദുവായിട്ട്, വണക്കത്തോടെ ആ കടൽ അദ്ദേഹത്തിൻ്റെ കാൽ സ്പർശിക്കുന്നു. ഷോവിങ് റെസ്പെക്റ്റ് ബഹുമാനം കാണിക്കുന്നു. ദിസ് മീൻസ് മൈ ഹസ്ബൻഡ് ഈസ് മോർ പവർഫുൾ ദാൻ ദ സീ. ദിസ് മീൻസ് ഇതിനർത്ഥം മൈ ഹസ്ബൻഡ് ഈസ് മോർ പവർഫുൾ എൻ്റെ ഭർത്താവ് കൂടുതൽ ശക്തനാണ്. ദാൻ ദ സീ കടലിനെക്കാട്ടിലും കൂടുതൽ എൻ്റെ ഭർത്താവ് ശക്തനാണ് എന്നാണ് ഇതിന് അർത്ഥം. പെൺപക്ഷി വിചാരിച്ചു. ഐ ക്യാൻ ലേ മൈ എഗ്സ് ഹിയർ വിത്തൗട്ട് എനി വറി. ഐ ക്യാൻ ലേ മൈ എഗ്സ് എനിക്ക് മുട്ടകൾ ഇടാൻ സാധിക്കും ഹിയർ ഇവിടെ വിത്തൗട്ട് എനി വറി ഒരു വ്യാകുലതയും കൂടാതെ, ഒരു ഭയവും കൂടാതെ, ആശങ്കയും കൂടാതെ എനിക്ക് ഇവിടെ മുട്ടകൾ ഇടാൻ സാധിക്കും. ഷീ അക്സെപ്റ്റഡ് ടു ലേ എഗ്സ് ദർ ഹെർസെൽഫ്. അവിടെ മുട്ടകൾ ഇടാമെന്ന് അവളായിട്ട് തന്നെ സമ്മതിച്ചു. ഹെർസെൽഫ് എന്നാൽ അവൾ സ്വയം തന്നെ. ടു ലേ എഗ്സ് എന്നാൽ മുട്ടകൾ ഇടാൻ. ഇൻ എ ഫ്യൂ ഡേയ്സ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഷീ ഹാഡ് ലെയ്ഡ് ഓൾ ഹെർ എഗ്സ്. അവൾ അവളുടെ എല്ലാ മുട്ടകളും ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അവൾ അവളുടെ എല്ലാ മുട്ടകളും ഇട്ടിട്ടുണ്ടായിരുന്നു. ദേ വേർ ഓൾ സേഫ്ലി ഹിഡൻ ഇൻ ദ പിറ്റ്സ് ദേ ഹാഡ് ഡഗ്. ദേ വേർ ഓൾ സേഫ്ലി ഹിഡൻ. ദേ വേർ ഓൾ അവകൾ എല്ലാം, ആ മുട്ടകൾ എല്ലാം, സേഫ്ലി ഹിഡൻ സുരക്ഷിതമായിട്ട് മറയ്ക്കപ്പെട്ടു. ഇൻ ദ പിറ്റ്സ് ദേ ഹാഡ് ഡഗ്. ഇൻ ദ പിറ്റ്സ് കുഴികളിൽ, ദേ ഹാഡ് ഡഗ് അവർ കുഴിച്ചിട്ടുണ്ടായിരുന്ന ആ കുഴികളിൽ അവർ എല്ലാ മുട്ടകളും അവർ കുഴിച്ചിട്ടുണ്ടായിരുന്ന കുഴികളിൽ മറയ്ക്കപ്പെട്ടു. ദ ഫീമെയിൽ ബേർഡ്സ് പെൺപക്ഷി പറഞ്ഞു, ഡിയർ ഹസ്ബൻഡ് ഓ പ്രിയപ്പെട്ട ഭർത്താവേ, ഓൾദോ ഐ ഹാവ് ലെയ്ഡ് അവർ എഗ്സ്. ഓൾദോ എന്നാൽ എങ്കിലും എന്നാണ് അർത്ഥം. ഓൾദോ ഐ ഹാവ് ലെയ്ഡ് അവർ എഗ്സ് നമ്മുടെ മുട്ടകൾ ഞാൻ ഇട്ടിട്ടുണ്ട് എങ്കിലും, ഐ ആം സ്റ്റിൽ അഫ്രൈഡ് ഓഫ് ദ ക്ലോസ്നെസ് ഓഫ് ദ പ്ലേസ് ടു ദ സീ. ഐ ആം സ്റ്റിൽ അഫ്രൈഡ് ഞാൻ ഇപ്പോഴും ഭയപ്പെടുന്നു. ഐ ആം സ്റ്റിൽ അഫ്രൈഡ് ഓഫ് ദ ക്ലോസ്നെസ് ഓഫ് ദ പ്ലേസ് ടു ദ സീ. ക്ലോസ്നെസ് എന്നാൽ സാമീപ്യം. ഈ സ്ഥലം കടലിന് അടുത്തായിരുന്നതിനാൽ ഞാൻ എങ്കിലും ഭയപ്പെടുന്നു. ഞാൻ നമ്മുടെ മുട്ടകൾ ഇവിടെ ഇട്ടിട്ടുണ്ട് എങ്കിലും എന്താണ്, കടലിൻ്റെ സാമീപ്യത്തെ ഞാൻ ഭയപ്പെടുന്നു. ദ മെയിൽ ബേർഡ് പ്രൗഡ്ലി റിപ്ലൈഡ്. ആൺപക്ഷി അഭിമാനത്തോടെ മറുപടി പറഞ്ഞു. പ്രൗഡ്ലി എന്നാൽ അഭിമാനത്തോടെ. ഡോണ്ട് വറി വിഷമിക്കേണ്ട. ദ സീ വോണ്ട് ഡയർ ടച്ച് അവർ എഗ്സ്. ദ സീ വോണ്ട് ഡയർ കടൽ ധൈര്യപ്പെടുകയില്ല. ടച്ച് അവർ എഗ്സ് നമ്മുടെ മുട്ടകൾ തൊടാൻ കടൽ ധൈര്യപ്പെടുകയില്ല. നീ വിഷമിക്കേണ്ട. ആൺപക്ഷി അഭിമാനത്തോടെ മറുപടി പറഞ്ഞു. ദ ബേർഡ്സ് ഫ്ലൂ ഇൻ ടു ദ സീ ഇൻ സെർച്ച് ഓഫ് ഫുഡ്. ദ ബേർഡ്സ് പക്ഷികൾ, ഫ്ലൈ എന്നതിൻ്റെ പാസ്റ്റാണ് ഫ്ലൂ. ദ ബേർഡ്സ് ഫ്ലൂ പക്ഷികൾ പറന്നു. ഇൻ ടു ദ സീ കടലിലേക്ക്. ഇൻ സെർച്ച് ഓഫ് ഫുഡ് ഭക്ഷണം തിരഞ്ഞുകൊണ്ട് പക്ഷികൾ കടലിലേക്ക് പറന്നു. ദർ വാസ് എ ഫാസ്റ്റ് വിൻഡ്. ഫാസ്റ്റ് വിൻഡ് എന്നാൽ ഇവിടെ അർത്ഥം സ്റ്റോം എന്നുള്ള അർത്ഥമാണ്. കൊടുങ്കാറ്റ്. അവിടെ ഒരു കൊടുങ്കാറ്റ് ഉണ്ടായിരുന്നു. ആൻഡ് ദ സീ റോസ് ഹൈ. റൈസ് എന്നതിൻ്റെ പാസ്റ്റാണ് റോസ്. റൈസ് എന്നാൽ ഉയരുക. ആൻഡ് ദ സീ റൈസ് ഹൈ കടൽ ഉയരത്തിൽ ഉയർന്നു. ദ വേവ്സ് ഡാഷ് ഡീപ്പ് ഇൻ ടു ദ ഷോർ ആൻഡ് സ്വെപ്റ്റ് അവേ എവരിത്തിങ് നിയർ ദ ഷോർ ഇൻക്ലൂഡിംഗ് ദ എഗ്സ്. ദ വേവ്സ് തിരമാലകൾ
ഡാഷ്ഡ് വെള്ളം തെറിപ്പിച്ചു. ഡാഷ് എന്നാൽ ഇവിടെ വെള്ളം തെറിപ്പിക്കുക, വീശി എറിയുക, ഇതൊക്കെയാണ് അർത്ഥം. ഡീപ്പ് ഇൻ ടു ദ ഷോർ വളരെ ശക്തമായിട്ട്, വളരെ ശക്തിയോടെ കരയിലേക്ക്. ഷോർ എന്നാൽ കര, കരയിലേക്ക് വെള്ളം തിരമാല അടിച്ച് വീശി. ആൻഡ് സ്വെപ്റ്റ് അവേ. സ്വീപ്പ് അവേ എന്നതിൻ്റെ പാസ്റ്റാണ് സ്വെപ്റ്റ് അവേ. സ്വീപ്പ് അവേ എന്നാൽ പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യുക. സ്വെപ്റ്റ് അവേ പൂർണ്ണമായിട്ടും നിർമ്മാർജ്ജനം ചെയ്തു. എവരിത്തിങ് നിയർ ദ ഷോർ കരയ്ക്ക് അടുത്തുണ്ടായിരുന്ന എല്ലാം, ആ ആഴമുള്ള ശക്തമായിട്ടുള്ള തിരമാലകൾ നിർമ്മാർജ്ജനം ചെയ്തു. ഇൻക്ലൂഡിങ് ദ എഗ്സ് മുട്ടകൾ അടക്കം, ആ മുട്ടകൾ അടക്കം എല്ലാം എന്താണ്, ആ തിരമാലകൾ നിർമ്മാർജ്ജനം ചെയ്തു. വെൻ ദ ബേർഡ്സ് റിട്ടേൺഡ് പക്ഷികൾ തിരിച്ചു വന്ന സമയത്ത്. വെൻ എന്നാൽ ആ സമയത്ത്. വെൻ ദ ബേർഡ്സ് റിട്ടേൺഡ് പക്ഷികൾ തിരിച്ചു വന്ന സമയത്ത്. ദേ വേർ ഷോക്ക്ഡ് ആൻഡ് സാഡൻഡ് അറ്റ് ദ ലോസ് ഓഫ് ദെയർ എഗ്സ്. ദേ വേർ ഷോക്ക്ഡ് അവർ ഞെട്ടിത്തരിച്ചു. ആൻഡ് സാഡൻഡ് ദുഃഖത്തിലായി. അറ്റ് ദ ലോസ് ഓഫ് ദെയർ എഗ്സ് അവരുടെ മുട്ടകൾ നഷ്ടപ്പെട്ടതിൽ, അതിൽ അവർ വളരെ അധികം ദുഃഖിതരായി. ലോസ് എന്നാൽ നഷ്ടം. മോറൽ ഗുണപാഠം, ഈ കഥയിൽ നിന്നും പഠിക്കാനുള്ള പാഠം. ഡോണ്ട് ബി ടു കോൺഫിഡൻറ്റ് ആൻഡ് ഇഗ്നോർ ഡേഞ്ചേഴ്സ്. ഡോണ്ട് ബി ആയിരിക്കരുത്. ടു കോൺഫിഡൻറ്റ് വളരെ അധികം ആത്മവിശ്വാസമുള്ളവനായിരിക്കരുത്. ഡോണ്ട് ബി ടു കോൺഫിഡൻറ്റ് വളരെ അധികം ആത്മവിശ്വാസം ഉള്ളവനായിരിക്കരുത്. ആൻഡ് ഇഗ്നോർ ഡേഞ്ചേഴ്സ്. ഇഗ്നോർ എന്നാൽ അവഗണിക്കുക, ഡേഞ്ചേഴ്സ് എന്നാൽ അപകടങ്ങൾ. അപകടങ്ങളെ അവഗണിക്കുകയും ചെയ്യരുത്. ഡോണ്ട് ബി ടു കോൺഫിഡൻറ്റ് ആൻഡ് ഇഗ്നോർ ഡേഞ്ചേഴ്സ് വളരെയധികം ആത്മവിശ്വാസം ഉള്ളവനായിരിക്കുകയും ചെയ്യരുത്, അപകടങ്ങളെ അവഗണിക്കുകയും ചെയ്യരുത്. മേക്ക് കെയർഫുൾ ഡിസിഷൻസ് ടു അവോയ്ഡ് ലൂസിങ് വാട്ട് യു വാല്യൂ. മേക്ക് കെയർഫുൾ ഡിസിഷൻസ് വളരെ ശ്രദ്ധിച്ച് തീരുമാനങ്ങൾ എടുക്കുക, ശ്രദ്ധയോടെ തീരുമാനമെടുക്കുക. ടു അവോയ്ഡ് ഒഴിവാക്കാൻ വേണ്ടി. ലൂസിങ് വാട്ട് യു വാല്യൂ. ലൂസിങ് എന്നാൽ നഷ്ടമാകൽ. വാട്ട് യു വാല്യൂ എന്നാൽ നിങ്ങൾക്ക് വളരെ മൂല്യപ്പെട്ട, വളരെ വിലയേറിയത് എന്താണോ അത്. നിങ്ങൾക്ക് മൂല്യമേറിയത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധയോടെ തീരുമാനം എടുക്കുക.